അപ്പൊ ഒരു തിരൂക്കാരനെ കാണണ്ടല്ലേ നമ്മള്. ഇത് പ്രൈവറ്റ് തന്നെ അല്ലേ? ആദ്യം പ്രൈവറ്റ് 2013 മോഡലാണ് കുട്ടി ഡീസൽ. കുട്ടി ഡീസൽ. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് വർക്ക് എടുത്തൊരു വണ്ടിയായിരുന്നു. അത് 1.25 ഫൈനൽ റേറ്റ് വരുന്നുണ്ട്. ഇത് അതേ മോഡലാണ്, നമുക്ക് 95 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. ഇത് കുറച്ച് കുറവല്ലേ? ഇത് വർക്ക് നമ്മൾ എടുത്തതല്ല, ഇത് നോർമൽ നമുക്ക് വന്ന മാറ്റത്തെ പക്ഷേ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 55 രജിസ്ട്രേഷൻ ആണ്. പേച്ച് വർക്ക് ഒന്നും ഇല്ല നിലവിൽ കണ്ടിട്ട്. 55 എണ്ണ ആവശ്യം ഉണ്ടാവും. നമ്മുടെ തിരൂര് ആൾക്കാർക്ക് 55 മാർക്കറ്റുള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു ഫൈനൽ 95 റുപ്യ കൊടുക്കാം. 28 വരെ എല്ലാ പേപ്പർ റെഡിയാണ്. 28 വരെ പേപ്പറുള്ള ബജാജിന്റെ കുട്ടി ഡീസലാണ്. ചെറിയ വണ്ടി പ്രൈവറ്റ് നോക്കുന്നുണ്ടവർക്ക് നല്ലൊരു വണ്ടി തന്നെ. അപ്പൊ നമ്മള് ഡീസലും ഇതും മാത്രം കാണിച്ചാൽ പോരല്ലേ, നമുക്ക് CNG വണ്ടിയും കൊടുക്കണ്ടേ? അതിനും ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു CNG വണ്ടി ഉണ്ടല്ലേ? അത് ബജാജിന്റെ മാക്സിമ സെറ്റ് ആണ്. രണ്ടിന് നടുവിലുള്ള വണ്ടിയാണ്. ചെറുതുമല്ല വലുതുമല്ല, അതിന്റെ നടുവിൽ വരുന്ന വണ്ടിയാണ്. നല്ല 40-45 മൈലേജ് ഒക്കെ കിട്ടുന്ന 45ഓളം മൈലേജ് കിട്ടുന്ന CNG വണ്ടിയാണ്. അപ്പൊ നല്ല വർക്കാ. തിരുനാവായ മോഡല്, നല്ല അടിപൊളി സ്റ്റീൽ വർക്ക് വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല വിലയുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ആകുമ്പോൾ ഞാൻ സൈഡ് തുരുമ്പോ നമുക്ക് നോക്കണ്ടില്ല. ഇത് 2023 മോഡലും 24 രജിസ്ട്രേഷനാണ് വരുന്നത്. അതല്ലേ? അപ്പൊ ആകെ ഒരു 2 വർഷമേ നമുക്ക് പറയാൻ ഉള്ളൂ ഉപയോഗം. 26 മാസം 28 മാസം. അപ്പൊ 2 വർഷത്തെ ഒരു ഉപയോഗം പറയാൻ പറ്റുന്ന വണ്ടിയാണ്. പുതിയ വണ്ടി തന്നെയാണ്, അധികം ഓടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും. ഒരുപാട് സർവറ ഓടിയ വണ്ടിയൊന്നല്ല. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നിലവിൽ ഫിനാൻസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മളെ ഈ മലപ്പുറം ജില്ലയുടെ പരിധിയിലൊക്കെ ഫിനാൻസോട് കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഒരു 1.40 ഫസ്റ്റ് പേയ്മെന്റ് വരിക, ബാക്കി ലോൺ ആയിട്ട് അടച്ചാൽ മതി. ഒരു 10-22 അടവും കൂടി ബാക്കി ഉണ്ടാവും. ടോട്ടൽ എല്ലാം കൂടി ഒരു 260 270 റേഞ്ചിൽ അടവ് കഴിഞ്ഞ് വരുമ്പോൾ വരുള്ളൂ. 260 ആ റേഞ്ച് വരുന്ന വണ്ടി. കാലിയിൽ വേണമെങ്കിൽ ഫിനാൻസ് ഇല്ലാതെ 240 കൊടുക്കും ചെയ്യും. അങ്ങനെ മുറിച്ചിനും കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. നിലവിലുള്ള അടവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ നമുക്ക് കാലിയിൽ പുതിയ അടവ് ഇട്ടിട്ട് കൊടുക്കും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. നിലവിൽ അടവുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തരും നമ്മള്. ഓക്കെ. അപ്പൊ ഇതിന് എന്താണ് പറയാ, 2 വർഷത്തോളം ബ്രേക്ക് കിട്ടുന്ന വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നത് പുതിയതായതുകൊണ്ട് തന്നെ 2 വർഷത്തോളം പേപ്പർ 2 വർഷത്തിന് എടുത്തിട്ട്. പഴയ വണ്ടികൾക്കാണ് നിലവിൽ 1 വർഷം മാത്രമേ പേപ്പർ കിട്ടുള്ളൂ. ഇപ്പോ ഈ പുതിയ വണ്ടികൾക്കൊക്കെ 2 വർഷത്തോളം പേപ്പറും കിട്ടുന്നതാണ്. അപ്പൊ ആരെങ്കിലും CNG വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട്. ഭാസ്കർക്ക് നമുക്കൊരു തിരൂർ വണ്ടി വയറിംഗ് എടുക്കുന്നുണ്ട്. ഇത് ഏത് മോഡൽ? ഇത് 2010 ടാക്സിയിലുള്ള ആപ്പാസിറ്റി ആണ്. ആപ്പാസിറ്റി. അപ്പൊ ഏറ്റവും ചെറുതല്ല, നമ്മൾ ബജാജിന്റെ പറഞ്ഞ പോലെ തന്നെ ചെറുതല്ല, ഏറ്റവും വലുതല്ല. അത് നമ്മളെ ബജാജ് കുട്ടി ഡീസലിന് സൗകര്യം 3+1 ആണ്. നമ്മൾ സാധാരണ ഓട്ടോറിന്റെ വലിപ്പം തന്നെയാണ്. പിയാജിയോന്റെ ചെറിയ വണ്ടിയാണ്. ഇതാകുമ്പോ ഒരു 40-35 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 35-40 മൈലേജ് ഉണ്ട്. ടാക്സി ആയിട്ട് ഇപ്പൊ നമ്മള് ഉപയോഗിക്കുന്നവർക്ക് ചെറിയൊരു എമൗണ്ടിന്റെ വണ്ടിയാണ്. 45 റുപ്യക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ആകെ 45 രൂപ. ലോണോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ കറക്റ്റ് പറയുന്നതാണോ? അല്ല, ഇത് 45 രൂപ. 2010 മോഡലാണ്. ടാക്സി നല്ല വർക്ക് എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ 45,000 രൂപ, വെറും 45,000 രൂപ നമുക്ക് കൊടുക്കാം. ഫിനാൻസ് ചെയ്യാതെ കൊടുക്കാം. ഫിനാൻസ് ഇടേണ്ട ആവശ്യമില്ല. വെറും 45,000 രൂപ. 45 പറയുമ്പോ നമ്മള് ജസ്റ്റ് ചെലവാക്കുന്ന പൈസ ഒരു വണ്ടിക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. അത്രയും എമൗണ്ടേ വരുന്നുള്ളൂ. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ടാക്സി ഓട്ടോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. സാധനം പോയാൽ പിന്നെ കിട്ടൂല, ഉള്ളപ്പോ തന്നെ പെട്ടെന്ന് പേപ്പർ വർക്കും നമുക്ക് അടുത്ത ജനുവരി ഫെബ്രുവരി വരെ എല്ലാ പേപ്പർ വർക്കും ഫെബ്രുവരി വരെ നിലവിൽ പേപ്പർ ഉള്ള വണ്ടിയാണ്. നമ്മുടെ തിരൂർ രജിസ്ട്രേഷനിൽ തന്നെയുള്ള നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് പുറത്തുള്ള വണ്ടിയൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടു തന്നെ. നോർമൽ വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ആവശ്യക്കാരനൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏറ്റവും ചെറുതല്ല, ഏറ്റവും വലുതല്ല, അതിന്റെ മിഡിൽ വരുന്ന വണ്ടിയാണ്. ആസ്കർക്ക് നല്ല വൃത്തിയുള്ള ഒരു പ്രൈവറ്റ് വണ്ടിയാണ്. പുതിയ വർക്ക് എടുത്തതാണ്. ബജാജിന്റെ കുട്ടി ഡീസൽ 2012 മോഡലാണ്. 2012 പുതിയ വർക്കാണ്. നമ്മൾ നേരത്തെ 13 പറഞ്ഞ മാതിരി തന്നെ ഇത് ഫുൾ വർക്കാണ്. അതുകൊണ്ട് നമുക്കൊരു 1.10 ഫൈനൽ റേറ്റ് വരുന്നുണ്ട്. ഇതേ മോഡൽ വേണമെങ്കിൽ 75 റുപ്യ 80 റുപ്യക്ക് സെയിം മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. വർക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പൊ നമ്മുടെ വീഡിയോയിലൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര റേറ്റ് ആണല്ലോ, പണി എടുപ്പിക്കാൻ ആകെ 20,000 രൂപ ചെലവുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവിടുന്ന് പണി എടുപ്പിച്ചാലേ അറിയുള്ളൂ ഇതിന്റെ ഒരു റേറ്റ് എത്രത്തോളം വരുന്നുണ്ടെന്ന്. ഞാൻ എന്റെ പേഴ്സണൽ വണ്ടി പണി എടുപ്പിച്ചതിന് ഏകദേശം 10,80,000-60,000 ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ ഇതിന് വണ്ടിമേ കാണണം. കാരണം നമ്മൾ ഇനി എവിടെയും കൊണ്ടെടുത്താലും ആ ഒരു എമൗണ്ട് വരും. ഒരുപാട് പേര് അങ്ങനെ പരാതികൾ പറയുന്നുണ്ട്. റേറ്റ് ഇടുമ്പോ അത് ഭയങ്കര വിലയാണ്, ഓവർ വിലയാണെന്നൊക്കെ. പക്ഷെ നമുക്ക് വില കൊടുക്കും. നമ്മൾ കമ്മിയായി കിട്ടുന്ന കമ്മിയാക്കി നമ്മൾ കൊടുക്കണം. കൃത്യമാരിയാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. 2 രൂപ 3 രൂപ 5 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കണം. ഇനിയിപ്പോ ഈ കൊല്ലത്തിൽ പണി എടുപ്പിച്ചാൽ നമുക്ക് ഒരു 5-6 വർഷത്തിന് ഈ വണ്ടി നമുക്ക് പാച്ച് വർക്ക് ഒന്നും നോക്കണ്ടേ ചെയ്യാന്നുള്ളതാണ്. ഒരു അപ്പോളിസറി വർക്ക് നമ്മൾ നോർമൽ എടുക്കണതിന് 12,000-13,000 രൂപ റേഞ്ചിൽ അപ്പോളിസറി മാത്രം വരുന്നുണ്ട്. ഞാൻ ഒരു വർഷം മുന്നേ എടുപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് റേറ്റ് വരുന്നോണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് വില കൂടുതലായിട്ടല്ല. നമുക്ക് വില ആവുന്നുണ്ട്. അതുകൊണ്ട് 1,000-2,000. അപ്പൊ നമുക്കറിയാം ഇതിന് എത്ര ഇതിന് മാർക്കറ്റും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും
പണി എടുപ്പിക്കും അതിനനുസരിച്ചുള്ള ചെലവുണ്ട്. പിന്നെ അതിന്റെ ഉപകാരം എന്താ വെച്ചാൽ അത്രത്തോളം നമുക്ക് വണ്ടി ഉപയോഗിക്കാനും പറ്റും, കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ. 4-5 വർഷത്തെ നമുക്ക് മെയിൻ്റെനൻസ് ഇല്ലാതെ കൊണ്ടുനടക്കാം. അതെ, അതാണ്. ഇപ്പൊ എന്തായാലും നമ്മളെ മുടക്കുന്ന പൈസക്കുള്ള ഉപകാരം എന്തായാലും ഉണ്ടാവും. ഇപ്പൊ 2012 നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1.20 അല്ല 1.10, പകുതി പൈസ അടവ് കിട്ടുമല്ലോ.